ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോയിലേക്ക് വരികയാണ് കേട്ടോ. കുറേ നാൾ അയ്യോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അയ്യോ എന്നൊക്കെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എക്സാംസും ഓരോ കാര്യങ്ങളുടെ ബിസി കാരണം എനിക്ക് ഇതുവരെയായിട്ടും ലോങ് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷോർട്സ് വീഡിയോ ആയപ്പോലും ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ഇടാൻ പറ്റാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ നിർത്തത്തില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എത്രയൊക്കെ സാഹചര്യം വന്നാലും നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്താതെ മാക്സിമം നോക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ മാമൻ്റെ മുകളിലോട്ട് പോകാൻ കേട്ടോ. ഇവിടെ ഭയങ്കര ശബ്ദം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയിട്ട് സംസാരിക്കാം. നല്ല രീതിയിൽ വെട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ മാമൻ്റെ കല്യാണം ഇന്നൊന്നുമല്ല, അത് 7th കേട്ടോ. ജൂലൈ 7th മാരേജ് വരുന്നത്. അപ്പോൾ ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ഹൽദി മെഹന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഡേ ആണ് ഞാൻ ഇന്ന് അതിൻ്റെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള. ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട്. സോ എന്താ ആ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൈസ്. യെസ്, ഓക്കെ. അപ്പോൾ പിന്നെ പറയാനുള്ളത് കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറയുന്ന മാമൻ എന്ന് പറയുന്നത് വലിയ ഏജുള്ള ആളൊന്നുമല്ല കേട്ടോ. എൻ്റെ മുറയ്ക്ക് നമ്മൾ പറയുമല്ലോ ഇങ്ങനെ മുറയ്ക്ക് മാമൻ എന്ന് വിളിച്ച് പഠിക്കണം, അങ്ങനെ മുറയ്ക്ക് എൻ്റെ മാമനാണ്. ആക്ച്വലി പുള്ളിക്കാരൻ ഭയങ്കര ഏജൊന്നുമില്ല, ചേട്ടൻ എന്ന് വിളിക്കാനേ കാണുമ്പോൾ തോന്നത്തുള്ളൂ. പക്ഷേ മാമ എന്ന് നമുക്ക് വിളിച്ച് പറഞ്ഞേ പറ്റുള്ളൂ, കാരണം നമ്മളെ ഫാമിലിയിൽ അങ്ങനെയാണ്. അങ്ങ് കണ്ടാലും മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് കല്യാണ സെക്കൻഡും കല്യാണം പെണ്ണ് എല്ലാവരും നമുക്ക് കാണാം. ഇന്നത്തെ ഡേ ഫുൾ ഡേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഫുൾ ഡേ വ്ളോഗ് ഞാൻ എന്തായാലും മാക്സിമം എടുക്കുന്നതായിരിക്കും. മാക്സിമം ഓക്കെ, ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. ആക്ച്വലി ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബ്ലൗസ് ഓർഡർ ചെയ്യാൻ കൊടുത്തേക്കാണ് കേട്ടോ. ഇന്നലെ എനിക്ക് കിട്ടിയതാണ്, പക്ഷേ അതിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അതായത് കൈയുടെ ഇവിടെ വെച്ച് അത് കുറച്ച് എനിക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർഡർ ചെയ്യാൻ കൊടുത്തേക്കാണ്. അത് രാവിലെ ഇനി കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് പാവാടയാണ് കേട്ടോ, പാവാട. ഇത് പാവാട, ഇത് ഷോൾ കേട്ടോ. ബ്ലൗസാണ് ഞാൻ പറഞ്ഞത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും ഈ ക്യാമറയിൽ കാണുന്നതെന്ന് കുറച്ച് ഡാർക്ക് കളറാണ് കേട്ടോ. പക്ഷേ സംഭവം അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ആകുന്നില്ല. എന്താണെന്നോ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ എല്ലായിടത്തും വീഡിയോ ഫോട്ടോസ് എടുക്കുന്ന ടൈമിൽ ഇതിൽ ഡിമ്മ് വരുന്നുണ്ട്, പക്ഷേ നേരിട്ട് കാണാൻ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കളറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് സംഭവങ്ങൾ ഓൾട്ടർ ചെയ്തിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലെങ്കിലും കുറച്ച് എന്നുവെച്ചൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഡ്രസ്സിന്. സംഭവം ഇഷ്ടപ്പെട്ടു എനിക്ക്, പക്ഷെ ഇതിലെന്താവും ഫോക്കസ് ആവുന്നില്ല. അങ്ങനെയൊക്കെ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴേക്കും അങ്ങനെ ഇരിക്കുമെന്തോ, എന്നാ ഞാൻ മിണ്ടൂല. നോക്കി കാണുന്നുണ്ടോ ഇങ്ങനത്തെ? ഇതിലിപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഫോക്കസ് ആവുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സംഭവമാണ്. ഇപ്പോൾ ബ്ലൗസ് നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ. ഞാൻ സ്വപ്നം കണ്ടിട്ടോ ഗായ്സ്, എൻ്റെ ബ്ലൗസ് തച്ച് കൊളായെന്ന്. എൻ്റെ ഭഗവാനെ, അങ്ങനെയാണ് നടക്കുമെന്നോ. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും അത് ഫലിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത്രയും ആൾക്കാർ കേൾക്കിച്ച് ഞാൻ പറയില്ലേ, അതുകൊണ്ട് ഫലിക്കില്ലായിരിക്കല്ലേ. പിന്നെ അത് പിന്നെയല്ല പോസ്റ്റ് ചെയ്യണത്. ഞാൻ എന്ത് കണ്ടാലും ഫലിക്കും കേട്ടോ. ഞാൻ രാവിലെ എണീച്ചിട്ട് അമ്മ എടുത്ത് എന്തെങ്കിലും ഒരു സംഭവം പറയാണ്, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട്. അമ്മ അത് ആദ്യമൊന്നും ഞാൻ വിശ്വസിക്കില്ല, പക്ഷെ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വരെ അത് വിശ്വാസമാണ്, കാരണം അതാക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോഴും ഓർത്തത്, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ എല്ലാ വീഡിയോയിലും പോയി ഇതും ഫ്ലോപ്പായി ഗൈസ്. എടുക്കാൻ പറ്റിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നു. അങ്ങനെ ആകെ അവിടെയൊക്കെ പോയിട്ട് വന്ന് അരമണിക്കൂർ മാത്രമേ എനിക്ക് ഒരുങ്ങാൻ കിട്ടില്ല. അരമണിക്കൂർ പോലും കറക്റ്റ് കിട്ടിയില്ല എന്ന് പറയാൻ കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കൂടെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ടൈം നീണ്ടു പോകും. അതുകൊണ്ട് എനിക്ക് ആ ഒരുങ്ങുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുങ്ങിയിട്ട് ഇറങ്ങുന്നത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ കിങ്ങിണിയുണ്ട്, അനന്തുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്. അതിൻ്റെ ബേക്കിൽ നിൽക്കുന്നതെല്ലാം എൻ്റെ ആൻറ്റിമാരാണ് കേട്ടോ. ആൻറ്റിയും അപ്പ ആച്ചി. എല്ലാ ആൻറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ ആൻറ്റിയാണ്, ഒരാൾ ആച്ചിയാണ്, ഒരാൾ അപ്പയാണ്, പിന്നെ ഇതിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കുറച്ച് പോസൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. അപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ. നേരത്തെയുള്ള വീഡിയോസ്, അതായത് ഞാൻ ഒരുങ്ങുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ബിഗ് സ്റ്റോറിയാണ് കേട്ടോ. പറയാൻ എനിക്ക് കുറേ ഉണ്ട്. ഓക്കെ, ഇല്ലേട്ടെ വീഡിയോ ഇല്ല. ഇതാണ് എൻ്റെ അപ്പ. അപ്പയുടെ പേര് ജോഫി. ഓക്കെ, അപ്പോൾ കാണുന്ന ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഓരോരുത്തരായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും അത്യാവശ്യം എന്നെ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വെള്ളം കുടിക്കാനാണ് കേട്ടോ പോയത്. എന്തോന്ന് കഴിക്കുന്ന ഇതാണ് എൻ്റെ ആച്ചി. ഇത് എൻ്റെ സെക്കൻഡ് ആച്ചി. അല്ല, ഇതാണ് ഫസ്റ്റ് ആച്ചി, അത് സെക്കൻഡ് ആച്ചി. ഇതാണ് സെക്കൻഡ് അച്ഛൻ കേട്ടോ, അശോകൻ. ഹായ് പറഞ്ഞിട്ട് ചാനലാണ്. പറഞ്ഞു ഇഷ്ടമായി പറഞ്ഞു. കേക്ക് കട്ടിങ്ങും പരിപാടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി കേട്ടോ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേട്ടോ. കാരണം തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ കളിക്കാനുള്ളതല്ലേ. അപ്പോൾ ആ സ്കേർട്ടും ബ്ലൗസും ഇട്ട് കളിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ. ഇതാണ് എൻ്റെ കൊച്ചച്ഛൻ. ഇവിടെ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടീസൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഇനി പോവാണ്. ഓ